ഞാൻ എപ്പോഴോ ഖുത്ബന്റെ ഇടയിൽ ഒരു പരാമർശം ഫുട്ബോളുമായി കണക്ട് ചെയ്ത് നടത്തേണ്ടായി. നമുക്ക് രാത്രി 2 മണിക്ക് 2:30 മണിക്ക് അലാം വെച്ച് എണീക്കുന്നു. ആദ്യത്തെ അലാമിന് നമ്മൾ ഉണരുന്നു. കളി 2 മണിക്കൂർ കാണുന്നു. അതും കഴിഞ്ഞ് പിന്നീട് അതിന്റെ റീൽസും ഷോർട്സും ഒക്കെ വേറെയും കാണുന്നു. കളി വാർത്തകൾ വീണ്ടും വീണ്ടും പരതുന്നു. ഇത് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നു? ഇതേ നമുക്ക് എന്തുകൊണ്ട് അതിലും ചെറിയ കാര്യം എല്ലാ രാത്രിയും ഒരു 3 റക്അത്തെങ്കിലും മിനിമം നിസ്കരിച്ച് എന്തുകൊണ്ട് തന്നെ കിടക്കാൻ കഴിയുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എനിക്കൊരു ഈ സദസ്സിൽ അദ്ദേഹം ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഉസ്താദെ, ആരാധനയിൽ സംതൃപ്തി കണ്ടെത്താനും ആരാധനയിൽ ആസ്വാദനം ഉണ്ടാകാനും ഉള്ള വഴികൾ പറഞ്ഞിരണം. ഞാൻ ഈ വർഷത്തെ ഫുട്ബോൾ മാച്ച് ഒന്നും വിടാതെ കണ്ട ഒരാളാണ്. എനിക്ക് കാര്യമായിട്ട് ജുമായെ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ജുമാക്ക് ഉസ്താദ് പറഞ്ഞ പോലെ കയറുന്നതിന് മുമ്പ് ഞാൻ എത്താറുണ്ട്. പക്ഷേ എനിക്ക് നിസ്കാരങ്ങളൊക്കെ ഒരു നിസ്കാരം മറ്റേതിലേക്ക് പോകലാണ്. അപ്പോ അത്തരം ഒരു കാര്യം ഒന്ന് സംസാരിച്ചാൽ നന്നാകും എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തോട് ഉണ്ടാകട്ടെ, അദ്ദേഹം എന്റെ സംസാരം കേൾക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ഈ വിഷയം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് തികച്ചും അസാധ്യമായ ഒരു കാര്യം, ഒരു ഉദാഹരണം കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കടത്തോടുള്ള തന്റെ മതപരമായ സമീപനം ബോധ്യമുള്ളൊരു വ്യക്തി അത് വീട്ടുന്നേടത്ത് കാണിക്കുന്ന സന്നദ്ധത നോക്ക് നിങ്ങൾ. അതുപോലത്തെ സന്നദ്ധതകൾ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത മേഖലകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇപ്പം എല്ലാറ്റിലും ആസ്വാദനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കണ്ടത് എങ്ങനെയാണ്? അനസ് ബിൻ മാലിക് റഹിമഹുള്ളയിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാ. എനിക്ക് ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യമാരാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യമാരാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യമാരാകുക, ഭാര്യമാരിൽ ഒരു എൻജോയ്മെന്റ്, ഒരു ആസ്വാദനം ഉണ്ടാകുക, അതുണ്ട് ശരിക്കും. പടച്ചറബ് അങ്ങനെ ഒരു സാധനം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്കുണ്ടോ എന്നുള്ളതാ ചോദ്യം. ആരാധനയിൽ മാത്രമൊന്നുമല്ല അതില്ലാത്തത്. ദിക്ർ ചൊല്ലണോടത്തും സ്വതക്ക കൊടുക്കണോടത്തും മാത്രമൊന്നുമല്ല അതില്ലാത്തത്. സ്വന്തം ഭാര്യയായിട്ട് നിർവഹിക്കുന്ന സെക്സിൽ പോലും ഇസ്ലാം നിശ്ചയിച്ച മഹത്തായ ആസ്വാദനത്തിന്റെ തലം, അത് ആസ്വദിക്കാനും അടിച്ച് തകർക്കാനുമുള്ളതാണ്. പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു, ദുന്യാവിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട മറ്റൊന്ന് ത്വീബാണ്. സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ സുഗന്ധത്തെയും ഭാര്യയെയും ഒന്നിച്ചു പറഞ്ഞ് പുതിയ കാലത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും അടിച്ച് തകർക്കാണ് പ്രവാചകൻ. അത് കഴിഞ്ഞതിന്റെ ശേഷം പറയാണ്, വജുഇലത് ഖുറത്തു ഐനി ഫിസ്വലാ. എന്റെ കൺകുളിർമ മുഴുവൻ അതെന്റെ നിസ്കാരത്തിലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലങ്ങോട്ട് ഒരു കാര്യം ഇങ്ങോട്ട് കണ്ടിട്ട് ഒരു വല്ലാത്ത തൃപ്തി ഇങ്ങോട്ട് വരും, വല്ലാത്തൊരു തൃപ്തി ഇങ്ങോട്ട് വരും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര ലെവലിൽ അക്കൗണ്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ കിട്ടുന്ന ഒരു മനസ്സും, ഒരു 126 റുപ്യ ഇനിയിപ്പോ ആകെ ഉള്ളൂ അപ്പോഴുള്ളൊരു മനസ്സും രണ്ടാണ് അല്ലേ? അപ്പൊ ആ നിസ്കാരത്തിൽ ഖുറത്തായിനുണ്ട്, ആ നിസ്കാരത്തിൽ ഒരു കൺകുളിർമയുണ്ട്. അതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ഇബാദത്തിലും ഉണ്ട്, ദീനിന്റെ എല്ലാ നിലപാടിലും ഉണ്ട്. അത് നമുക്കുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ വിഷമൊക്കെ വരുമ്പോ എന്താ പറയാ? യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ. ബിലാൽ ഇഖാമത്ത് കൊടുക്ക്. നമുക്ക് ആ നിസ്കരിച്ചു ഒന്നാണ്ട് ഉഷാറാകുക. നമുക്ക് നിസ്കരിച്ചു നമുക്ക് ഒന്നാണ്ട് ആശ്വാസം കൊള്ളുക. നമ്മളെന്താ ചെയ്യാ? ബൾബ് കത്തിച്ച് എല്ലാ സ്ഥലത്തേക്കും തെരഞ്ഞു പോകും. ഭക്ഷണം ആണ് അവിടെ ഉണ്ടാകുക. അവിടെയൊക്കെ പോയി ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് വ്യത്യസ്ത ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കലാണ് സാധാരണ നമ്മൾ ചെയ്യണ പണി അല്ലേ? പുറത്തു പോകലും ഔട്ടിങ്ങിന് ഇറങ്ങലുണ്ട്. അതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കുമില്ല. അതൊക്കെ ജീവിതത്തിൽ ഒരളവിൽ അത് ആവശ്യമാണ്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങിയിട്ട് പിന്നെ നാട് മുഴുവൻ ടൂറടിക്കണ പുതിയ ചില ലഹരികളുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് അതാകെ അങ്ങോട്ട് സിന്തറ്റിക് ലഹരിയിലേക്ക് മാത്രം ചുരുങ്ങിയപ്പോ ഇതൊക്കെ എത്രയോ മനുഷ്യന്മാർ കടത്തിലും കെണികളിലുമാണ്. അയാൾക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ട പണം എടുത്തിട്ട് ഇങ്ങനെ ടൂറടിക്കലാണ്. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് പുറത്തിറങ്ങണേനൊന്നും കുഴപ്പമില്ല. എന്നാൽ റസൂലുള്ളാഹി ആശ്വാസത്തിനും സമാധാനത്തിനും സ്വീകരിച്ച വഴി എന്താ? നിസ്കരിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ നിസ്കാരത്തിന് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്, അങ്ങനത്തെ ഒരു തലമുണ്ട് അല്ലെ? നിസ്കരിച്ച അങ്ങനത്തെ ഒരു സാധനം കിട്ടും. അത് നമുക്ക് കിട്ടുന്നുണ്ടോ? നിസ്കാരം കഴിയുമ്പോ വല്ലാത്തൊരു റിലീഫ് ഫീൽ ചെയ്യും. നല്ല വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നല്ലൊരു പെയിൻ കില്ലർ കൊണ്ട് അടിച്ചാൽ അത് അവിടെ നിൽക്കൂലേ? അതേമാതിരത്തൊരു അവസ്ഥ ആരാധനകൾക്കുണ്ട്, അനുഷ്ഠാനങ്ങൾക്കുണ്ട്, ഇസ്ലാമിലെ നിലപാടുകൾക്കുണ്ട്. അത് നമുക്ക് ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. നോക്കൂ നിങ്ങൾ, നാഫിഅ ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കാലത്ത് ഉമർ ബിൻ അൽ മുൻഖദിർ, ഉമർ ബിൻ അൽ മുൻഖദിറിന്റെ ഉമ്മ മോനോട് പറയാ, ഇന്നി അഷ്തഹി അൻ അറാക നായിമ.
ഉമ്മാന്റെ കുട്ടി ഒന്ന് ഉറങ്ങണത് കാണാൻ ഉമ്മാക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഉമ്മ അപ്പുറത്തെ റൂമിൽ രാത്രി ഉറങ്ങിയും ഉണർന്നും ഒക്കെ അങ്ങനെ വാർദ്ധക്യത്തിന്റെ വേദനകൾ സഹിച്ചൊക്കെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ മുഹമ്മദ് ബിൻ മുൻകദിർ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ പാരായണവും അദ്കാറുകളൊക്കെ ഉമ്മ അങ്ങനെ കേൾക്കുന്നുണ്ട്. പതിഞ്ഞിങ്ങനെ കത്തുന്ന ചിമ്മിണി വെട്ടത്തിന്റെ വെളിച്ചത്തിൽ മകന്റെ നിഴലാട്ടങ്ങൾ എങ്ങനെ കാണുന്നുണ്ട്. പട്ടകെട്ടി ഉണ്ടാക്കിയ ചുമരിന്റെ മറുവശത്തെ റൂമിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഉമ്മന്റെ കുട്ടി ഒന്ന് ഉറങ്ങണത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോ ഉമ്മച്ചേ വല്ലാഹി ഇന്നല്ലൈല ലയരിദു അലയ്യ ഫയഹൂലുനി എന്താ, രാത്രി എന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ ആ രാത്രിയിൽ പടച്ചോൻ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, നിറച്ചു വെച്ചിട്ടുള്ള നന്മകളുടെ, പുണ്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഉറങ്ങണം എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. അടുത്ത പുണ്യം കിട്ടണല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ നിന്ന് അതങ്ങനെ നീണ്ടു പോകും. അങ്ങനെ രാവ് മുഴുവൻ ആരാധനകളിലാകുന്ന ഒരു അവസ്ഥ എനിക്ക് അങ്ങനെയാണ് വരുന്നത്. അറബി, രാത്രിയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതും ലക്ഷ്യമിട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നും പൂർത്തീകരിച്ചുറങ്ങാൻ ഒരു ദിവസവും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു രാവിനെ ഒരു വ്യക്തി കാണുന്നത് അങ്ങനെയാണ്. എന്താ, അയാൾ 12 മണിയോട് അടുക്കുമ്പോ അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട്. രാത്രിയുടെ 1/3 അവിടെ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അടിമയോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു രാത്രിയിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടോ? ചോദിച്ചോ, ഞാൻ ഉത്തരം നൽകാം. ഇസ്തിഗ്ഫാർ തേടിക്കോ, ഞാൻ നിനക്ക് ഇസ്തിഗ്ഫാറിനെ തരാം. അല്ലെ, നമുക്ക് കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മക്കളെ കുറിച്ച വിഷമങ്ങളുണ്ട്, നാടും സമൂഹവും അനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ട്, നമ്മുടെ കണ്ണു നിറച്ച കാഴ്ചകളുണ്ട്, ഹൃദയങ്ങളിൽ നൊമ്പരത്തിന്റെ കടലടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പടച്ചോനെ എന്ന് പറഞ്ഞ ആ ഒരു നേരത്ത് അത് ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്റെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്, രൂപം നമുക്കറിയില്ല, കോലം നമുക്കറിയില്ല. അഖീദത്തുൽ വാസിത്തിയയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സു വബിമാ വസഫ ബിഹി റസൂലു മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീൽ വമിൻ ഗൈരി തകീഫിൻ വലാ തംസീൽ. അതാണ് അസ്ലി, അല്ലേ? അതിന് രൂപം അള്ളാഹുവിന്റെ ഇറങ്ങി വരൽ എങ്ങനെ, എന്റെ രൂപം എന്താ, കോലം എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു ഇറങ്ങി വരുന്നുണ്ട്. ബിദ്ദാത്ത്, അവന്റെ ദാത്ത് കൊണ്ട് തന്നെ, അവന്റെ സത്വം കൊണ്ട് തന്നെ അവൻ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ എന്തൊരു ആശ്വാസമാണ്. അവിടെ പോയ MLA കാണാം, അവിടെ പോയ ഡോക്ടറെ കാണാം, അല്ലെ വില്ലേജ് ഓഫീസറെ കണ്ട ഒരു പരിഹാരം ഉണ്ടാകുന്ന ആലോചിക്കുമ്പോണ്ടല്ലോ ഒരു കാത്തു നൃത്തം. അതേപോലത്തെ ഒരു നൃത്തേ 1-ാം ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി വന്ന് എന്നോടിതാ ഞാൻ ചോദിച്ചതൊക്കെ തരാൻ വേണ്ടി പടച്ചോൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു മനോനില നമുക്ക് കിട്ടാതെ പോണ എന്തുകൊണ്ടാ? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു ചെറിയ മസ്ലഹത്ത് നടക്കുക. എന്താ, അനസ് ബിൻ മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ലി ഫുലാനിൻ നഖ്ലതൻ വഅന ഉഖീമു ഹായിതി ബിഹാ ഫമറുഹു അൻ യുഅതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നബിയെ ഇന്ന ആൾക്കൊരു ഈത്തപ്പന മരണ്ട്, അത് അവിടുന്ന് അങ്ങോട്ട് ഒഴിവായാലേ എനിക്ക് എന്റെ മതിൽ നേരെ കെട്ടാൻ പറ്റുള്ളൂ, അത് എനിക്ക് ഇങ്ങോട്ട് തരാൻ പറയും. ഞാൻ എന്താന്ന് വെച്ചാൽ കൊടുത്തോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിലാണ്. അയാൾ പറയാം, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല നബിയെ, അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ നബി ഇങ്ങനെ മൗനം പാലിച്ചു. നമ്മളൊക്കെ ശരിക്കും ആലോചിക്കണം, ആരോടെ പോയി പറയണേ? വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും ആ രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപനും ആ രാജ്യത്തിന്റെ ജഡ്ജിയും മാത്രമല്ല പ്രവാചകൻ. കോടിക്കോടി മനുഷ്യരുടെ പടിഞ്ഞാറിലെ സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിന്റെ മഹാനായ പ്രവാചകൻ കൂടിയാണ്. പക്ഷെ നബിയുടെ വൈകാരികമാണൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ആരെങ്കിലും കേട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റും, അല്ലേ? റസൂൽ അങ്ങനെ മൗനം പാലിച്ചപ്പോ അബൂദ്ദഹ്ദ മുന്നോട്ട് വന്നിട്ട് അയാളോട് പറഞ്ഞു, എന്റെ ഇന്ന തോട്ടം ഫുള്ള് 10,000 മരമുള്ള ഇന്ന തോട്ടം ഉണ്ട്, അത് ഫുള്ള് എനിക്കവിടെ തരാം, നീ ആ ഈത്തപ്പനമരോട് കൊണ്ടാറുന്നു. അപ്പൊ അയാള് ശരി. എന്താ അബൂദ്ദഹ്ദന്റെ വികാരം? എന്റെ പ്രവാചകന്റെ മൗനത്തിൽ നൊമ്പരമുണ്ട്, എന്റെ പ്രവാചകന്റെ മൗനത്തിൽ നൊമ്പരമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ ഈത്തപ്പനത്തോട്ടം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അബൂദ്ദഹ്ദാഹിന് സ്വർഗത്തിൽ എത്രയെത്ര കുലകൾ ഉള്ള ഈത്തപ്പന മരങ്ങളാണ് പടച്ചോൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയും നമുക്ക് സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ധാരാളം പറയാൻ പറ്റും എല്ലാ മേഖലയിലും. ഇപ്പൊ ഇത് സ്വതക്കന്റെ മേഖലത്തെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്കൊരു 10 ഉറുപ്പ്യയുടെ ബക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു അവസ്ഥ എന്താണ്? ഒരു നിശ്ചിത ബെഞ്ച് മാർക്ക് ഉണ്ടാകും, അതിന്റെ മേലേക്ക് നമ്മളെ പൈസ ഒന്നും പോകില്ല, എന്ത് കാര്യമാണെങ്കിലും. പിന്നെ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ വർക്കർമാര് ഈ രോഗിന്റെ പൊളിഞ്ഞ വയറും, അല്ലെ, അയാളുടെ കുടുംബത്തെയും പെണ്ണുങ്ങളെയും മക്കളെയും ഒക്കെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ പൈസ കൊടുക്കും. അവസാനിപ്പിക്കണം ഇത്.
ജീവിതത്തിൽ ദുരന്തങ്ങൾ ബാധിച്ചവൻ, വിഷമം ബാധിച്ചവൻ, പെട്ടെന്നൊരു ദിവസം കരൾ മാറ്റൽ ശസ്ത്രക്രിയക്ക് 50 ലക്ഷം വേണമെന്ന് പറയുമ്പോ സോഷ്യൽ വർക്കർമാർ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരും വരികയാണ്. അവരുടെ സേവനങ്ങളെ നമ്മൾ ആരും നിരാകരിക്കണില്ല, അവരുടെ സന്നദ്ധതയെ നമ്മൾ ആരും നിരാകരിക്കണില്ല. നേരെ വന്നിട്ട് അഭിമാനത്തോടെ ജീവിച്ച ഈ മനുഷ്യരെ നേരെ ഇങ്ങോട്ട് മുന്നിക്കിട്ട് ഇറക്കിങ്ങോട്ട് നിർത്തിയിട്ട് കരയാനൊക്കെ പറയാണ്. എന്നിട്ട് അതിന് ഷൂട്ട് ചെയ്യാണ്. ആ കയ്യും കാലും ഓരോ അവയവങ്ങളും ഇവർക്ക് ഇവിടെ വീണ്ടും ജീവിക്കണ്ടേ. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ കുട്ടി കരൾ മാറ്റൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗം ഭേദമാകാതെ മരണപ്പെട്ടു. അവരെ കുടുംബത്തെ ആശ്വസിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോ പിന്നെ ഞാൻ എന്റെ വാചകത്തിൽ എപ്പോഴോ പറഞ്ഞു ഇങ്ങനെ ഒരു കളക്ഷനൊക്കെ എടുക്കേണ്ടി വന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ മുഖം പൊത്തി കരഞ്ഞു. എന്താ കാര്യം അറിയോ? ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബാണ്. നാട്ടുകാരെല്ലാവരുടെയും മുന്നിക്ക് വന്നപ്പോ മൗലവി മുന്നിക്ക് നിൽക്കാതിരിക്കാൻ പറ്റും, നമ്മളെ കുട്ടിന്റെ കാര്യമല്ലേ. ഇതൊക്കെ ആ സീറ്റിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, ആ പൊസിഷനിൽ നിൽക്കുമ്പോ. അതിന്റെ അർത്ഥം എന്താ? സോഷ്യൽ മീഡിയയിൽ പിരിക്കണ്ടെന്നാണോ? അല്ല, അതിനൊക്കെ മാതൃകകളുണ്ട്, അതുല്യ മാതൃകകളുണ്ട്. ഓരോന്നിനും റെസിപ്റ്റ് എടുക്കുന്ന കളക്ഷൻ ഉണ്ട്. ഓരോന്നിനും നിങ്ങൾക്ക് നിങ്ങളെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സത്യസന്ധമായി തുക എത്ര വന്നു കിട്ടും. ഒരാളെയും പബ്ലിക്കിൽ കൊണ്ടുവരേണ്ട കാര്യമല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഒന്നും പരിസരത്ത്, നമ്മുടെ ഒന്നും ചുറ്റുമുള്ള ഒരാൾക്കും ഇങ്ങനത്തെ ഒരു സ്ഥിതി വരാതെ നോക്കണം നമ്മൾ. അതൊക്കെ വിശ്വാസത്തിന്റെ ബാധ്യതയാണ്. അവന്റെ പ്രശ്നം അവന്റെ മാത്രം പ്രശ്നമല്ല, എന്റെ പരീക്ഷണാണ്. എന്റെ വീട്ടിലോ അയൽപ്പക്കത്തോ നാട്ടിലോ ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി രോഗി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരെ പരീക്ഷണ അറിയോ? എനിക്കും കൂടിയുള്ള പരീക്ഷണ. ഞാൻ എന്ത് ചെയ്യുന്ന പഠിച്ചോ നോക്കുക. അള്ളാഹു നമ്മൾ അതുപോലത്തെ മാനഹാനികളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഏത് മേഖലയിലും ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാം, വലഖദ് കുന്തു ഫീ ഹലാവത്തി ത്വലബിൽ ഇൽമി, ഞാൻ വിജ്ഞാന അന്വേഷണത്തിന്റെ ആസ്വാദനത്തിലായിരുന്നു. അൽഖാ മിനശ് ശദാഇദി മാ ഹുവ അഹ്ലാ ഇൻദി മിനൽ അസലി, ഞാൻ ഇൽമ നേടാൻ വേണ്ടി ഒരുപാട് ഞാൻ വിഷമിച്ചു. ആ വിഷമങ്ങളൊക്കെ എന്റെ മുന്നിൽ മലകളായി നിന്ന് തന്ന ഓരോ പ്രതിസന്ധികളെയും ചവിട്ടിക്കിടന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോ എനിക്കതൊരു തേനിന്റെ രുചിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഫീ സബീലി മാത്ലുബു വഅർജു, ഞാൻ അന്വേഷിക്കുന്ന വിജ്ഞാനത്തിന്റെ വഴിയിൽ. വകുന്തു ഫീ സമനിസ്ബ ആഖുദു മഇ അർദിഫതൻ യാബിസതൻ ثم اذهب بها في طلب الحديث واقعد عند نهر عيسى, ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ ഹദീസും തേടി ഞാൻ പോകുമ്പോ എന്റെ കയ്യിൽ ഉമ്മ തന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഉണ്ടാകും. യാത്രാമധ്യേ ആ റൊട്ടിക്കഷ്ണങ്ങൾ ഞാൻ പുഴയിൽ, ഈസ എന്ന പേരിലുള്ള പുഴയിൽ കുത്തിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് വല്ലാത്ത ആശ്വാസമേ തോന്നിയിട്ടുള്ളൂ. ഞാൻ ഇൽമിന്റെ വഴിയിലാണല്ലോ എന്നാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു തരം ആസ്വാദനം യഥാർത്ഥത്തിലുണ്ട്. ഖുർആൻ പാരായണത്തിലുണ്ട്, നമസ്കരിക്കുന്നതിലുണ്ട്, ഭാര്യയുമായുള്ള സമ്പർക്കത്തിലുണ്ട്, സ്വതക്ക 10 റുപ്യ ഒരാളെ കയ്യിലേക്ക് സ്വതക്ക കൊടുക്കുന്നിടത്തുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. എനിക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടോ? അതല്ല അതിങ്ങനെ ഒരു ചടങ്ങായി അവസാനിക്കുകയാണോ ചെയ്യുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും പരിശോധിക്കണം. അപ്പൊ പണ്ഡിതന്മാർ ഇതിന് കുറെ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു ആസ്വാദനത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള കുറെ വഴികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങളാണ് ഏറ്റവും മിനിമമായി നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം ത്വലബുൽ ഇൽമാണ്. വിജ്ഞാനം അന്വേഷിക്കുക, വിജ്ഞാനം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയക്കുന്നത് അവന്റെ ദീനിൽ അറിവുള്ളവരാണ്. വിഷയത്തെ സംബന്ധിച്ച് അറിവുള്ളവർക്കേ അതിനെ ജീവിതവും ഇസ്ലാമിനെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾക്ക് അതിൽ ആസ്വാദനം ഉണ്ടാകും. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ് എന്നാണ് ഹദീസ്. എന്താ? ഒരാൾ വിധവയുടെ കാര്യത്തിലും അനാഥന്റെ കാര്യത്തിലും പരിശ്രമിക്കുന്നവനാണെങ്കിൽ അവൻ ഇസ്ലാമിക സൈന്യത്തിലെ പോരാളിയെ പോലെയാണ്, രാത്രി മുഴുവൻ നിസ്കരിക്കണവനെ പോലെയാണ്, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നവനെ പോലെയാണെന്ന് അറിയുമ്പോ അയാൾക്ക് ആ അനാഥന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനോഗത ഉണ്ടാകും. രാത്രി മുഴുവൻ എണീറ്റ് നിസ്കരിക്കുന്ന ഒരാള് ആ തറാവീഹന്നെ 11 റക്അത്ത് കിട്ടുമ്പോ അവസാനം ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഓതുമ്പോ കിട്ടുന്നൊരു അല്ലെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്ന കൂലിയാണ് എനിക്ക് കിട്ടുന്നത്. ഒരാളുടെ കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. ഒരാളുടെ കൂടെ ഒരു ആവശ്യത്തിന്, എന്താ? ഏതോ ഒരു ഓഫീസിൽ പോയിട്ട് ഏതോ സെക്രട്ടേറിയറ്റിലോ കലക്ടറേറ്റിലോ ഒക്കെ പോവുക, അയാളുടെ ഫയലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. അയാൾ പോയാല് മസ്ജിദുൻ നബവിയിലെ ഇഅ്തികാഫ് പോലെ അതിന് പുണ്യമുണ്ട്. മസ്ജിദുൻ നബവിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കണതിന് തുല്യാണെന്നുള്ള അറിവ് കിട്ടുമ്പോ അയാൾക്കൊരു ആസ്വാദനം ഉണ്ടാകും. അവിടെ കുറച്ചേരം കാത്തുക്കേണ്ടി വന്നാലും പോയിട്ട് കാര്യം നടന്നിട്ടില്ലെങ്കിലൊക്കെ അപ്പോ അറിവുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ നമുക്കിത് കിട്ടാത്തത് എന്താ? നമുക്ക് നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തിന്റെ അർത്ഥം തന്നെ അറിയില്ല, അങ്ങനെ ഓതലാണ്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം തന്നെ അറിയില്ല,
അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, അല്ലാഹുവേ എന്നെയും എന്റെ പാപത്തെയും നീ അകറ്റി നിർത്തണമേ, എന്റെ അടുത്തേക്ക് പാപം വരാതെ നോക്കണമേ, ഉണ്ടായ പാപത്തിൽ തന്നെ നീ മോചിപ്പിക്കണമേ. ആ ഫീലിംഗിൽ എന്നാ നമ്മള് ആ ദിക്ർ ചൊല്ലിയിട്ടുള്ളത്? വെറുതെ ചിന്തിച്ചോക്ക്, മനസ്സിലായില്ല? കൈകെട്ടിയിട്ട് നേരെ എന്താ ചൊല്ലണത്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ. പല പല ദിക്റുകളുണ്ട്, പല ദിക്റുകൾ. ചില ആൾ വജ്ഹത്തു വജ്ഹി ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിം എന്നായിരിക്കും ചൊല്ലുന്നത്, അല്ലേ? ഏകദേശം 12ഓളം അദ്കാറുകളുണ്ട്. അതിൽ ഈ സുന്നത്ത് നിസ്കാരങ്ങളിലേക്കാണ് പൊതുവെ വജ്ഹത്തു വജ്ഹി ലില്ലദി ഫത്തറസ് സമാവാതി ഓതാൻ നല്ലത്. രാത്രി നിസ്കാരത്തിന് വേറെ തന്നെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈൽ വ മീകായിൽ എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ട്. പൊതുവെ ഫർദ് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്നുള്ള ദിക്ർ ചൊല്ലി. ഇതിൽ അള്ളാഹുവെ എന്നെയും എന്റെ പാപങ്ങളെയും നീ ദൂരത്താക്കണേന്നാ പറയണത്. അപ്പൊ നമ്മളെ എത്ര ഒഴിവാക്കിയിട്ടും പറിച്ചറിയാൻ പറ്റാത്ത ചില പരിപാടി ഉണ്ടാവും. ഒറ്റക്കാകുമ്പോ ചില പ്രത്യേക ഇടങ്ങളിൽ എത്തുമ്പോ നമ്മള് അതുണ്ടാവും. അത് എടുത്തെറിയണം എന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ബോധ്യത്തോടു കൂടെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്താ ബോധ്യത്തോട് പ്രാർത്ഥിക്കാത്ത? അതിനർത്ഥം നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് അറിവ് നേടുക എന്നുള്ളതാണ്, ശരിയായ അറിവ് നേടുക എന്നുള്ളതാണ് കേട്ടോ. നീട്ടി പറയണില്ല, നമുക്ക് എല്ലാ പോയിന്റും ഇന്നത്തെ ഖുതുബയിൽ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ട് വിഷയങ്ങൾ വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയാൻ അവസരം ഉണ്ടാകും. 2, കഠിനാധ്വാനം ചെയ്യണം. നമസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച ആസ്വാദനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ, ഖുർആൻ പാരായണത്തിൽ നിശ്ചയിച്ച ആസ്വാദനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ അത് വേണം. എന്താണ്, ഒരു സ്വഹാബിക്ക് അദ്ദേഹത്തെ ശത്രുക്കൾ അമ്പെയ്തു. യുദ്ധഭൂമിയിൽ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുനിന്ന് ശത്രു അമ്പെയ്തു. അമ്പെയ്ത അദ്ദേഹം ചോര വാർന്നുകൊണ്ടിരിക്കെ നമസ്കാരത്തിൽ തുടർന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു, ആ സൂറത്തോണ്ട് ഓതി കഴിയട്ടെ എന്ന് വിചാരിച്ചു. നമ്മളൊന്ന് നഖം വെട്ടുമ്പോ ഒന്ന് കയറി വെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കാലൊരു കല്ലിൽ വെച്ച് കുത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ടാണ് അസ്ഥികളെ, എല്ലുകളെ, ഞരമ്പുകളെ തുളച്ചു കയറി ഒരു 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 അസ്ത്രം ചെല്ലുമ്പോൾ സംഭവിക്കണത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമ്മൾ ആലോചിക്കും. നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടി, നമുക്ക് വേണ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വല്ലതും കാണും. നമ്മള് അതിലേക്കാണ് ലയിച്ചിറങ്ങിപ്പോകും, അതിലേക്കാണ് മുഴുകി ഇറങ്ങിപ്പോകും. ഇതേ അവസ്ഥയാണ് നിസ്കാരത്തിന്റെ ആ ഒരു മനോനിലയിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടെ ഈ ഒരു മാനസികാവസ്ഥ നമുക്കും കിട്ടും. അള്ളാഹു നമ്മളെ പൂർണ്ണ ആസ്വാദനത്തോടെ നമസ്കരിക്കുന്നവരാക്കി തെരുമാറാകട്ടെ. അപ്പൊ അതിന് വലിയ കഠിനാധ്വാനമാണ്. അസ്സാലിഖു ഫീ അവ്വലിൽ അംരി യജിദു തഅബത കാലിഫ്. ഈ വഴിയിൽ പ്രവേശിക്കുന്ന ആൾക്ക്, ആരാധനകളുടെ രുചി അറിയുന്ന പരിശ്രമങ്ങളിൽ ഇടപെടുന്ന ആൾക്ക് ആദ്യം കുറച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. വമശഖ്ഖത്തുൽ അമൽ, കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാകും. ലിഅദമി അൻസി ഖൽബിഹി ബി മഅബൂദിഹി, എന്താ, പടച്ചവനായിട്ടുള്ള കൽബ് അത്ര കണക്റ്റഡ് അല്ല. പടച്ച റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധനം അത്ര സ്ട്രോങ് അല്ല. നാം പടച്ച റബ്ബിന് ഇങ്ങോട്ടുള്ളതോ, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്താ, പടച്ചവന്റെ നിലപാട് പറയാം. നിങ്ങളെ ഞാനാണ് പടച്ചത്, ഞാൻ നിങ്ങളുടെ കണ്ഠനാടിയോളം അടുത്തുണ്ട്. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിലെ എല്ലാ പ്രയാസങ്ങളും അറിയും. വാപ്പാന്റെ ആൻജിയോപ്ലാസ്റ്റി നടക്കുമ്പോ പുറത്ത് ലോഹറുസ്കരിക്കാൻ വന്ന് ആ മുസല്ലയിൽ ഇരുന്ന് പടച്ചോനെ എന്റെ ഉപ്പ എന്ന് വിളിക്കണ മകന്റെ മനോനില പടച്ച റബ്ബിനറിയാം. 40കാരിയായ മകള് അവിവാഹിതയായി വീട്ടിലിരിക്കെ അനിയന്റെ 23കാരിയായ മോളുടെ കല്യാണത്തിന്റെ കാർമ്മികത്വം വഹിക്കുന്ന വാപ്പാന്റെ മനസ്സും ആ 23കാരിയുടെ കയ്യിൽ ഇത്താത്തെനിക്ക് മൈലാഞ്ചി ഇട്ട് തരണമെന്ന് പറഞ്ഞപ്പോ മൈലാഞ്ചി ഇട്ടുകൊടുത്ത ആ പെൺകുട്ടിയുടെ ഒരു പുരുഷ സ്പർശം കിട്ടാത്തത് അവൾ കളർ കുറഞ്ഞതുകൊണ്ടും നീളം കുറഞ്ഞതുകൊണ്ടാണ്. ആ വാപ്പാന്റെയും മോളുടെയും മനോനില പടച്ചവൻ അറിയും. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്, ബീജ അണ്ടബിന്ദുക്കളിൽ നിന്ന് അവനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിലെ വികാരങ്ങൾ അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ഖണ്ഡനാടിയോളം നമ്മൾ അടുത്തുണ്ട്. അത് കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അള്ളാഹുവുമായി അടുക്കുക എന്നുള്ള വലിയൊരു സംഭവമുണ്ട്. അത് അടുക്കണത് വരെ ഇതൊക്കെ വലിയ ബാധ്യതയായിരിക്കും. അതാ ഖുർആൻ പറഞ്ഞത്, ഞാനിവിടെ ഓതി വെച്ചായത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ നിസ്കാരം കൊണ്ടും സബർ കൊണ്ടും ഇസ്തിആനത്ത് നടത്തണം, സഹായതേട്ടം നടത്തണം. വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാ. സബറാക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാ. ആർക്ക്? ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉള്ളവർക്ക് ഒഴികെ. അതിന്റെ അനുഭൂതികളിലേക്ക്, ടേസ്റ്റിലേക്ക് എത്താത്തവർക്കൊന്നും സഹിക്കാൻ പറ്റൂല. അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അവർക്ക് നിസ്കാരം വലിയ പണിയാണ്. രാവിലെ ഇങ്ങോട്ട് എണീറ്റ് ആയി കിട്ടൂല. അയാൾ എങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് അയാൾ 2 ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേന് നിസ്കാരത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അയാൾ എന്നും വക്ത് തെറ്റിയിട്ട് നിസ്കരിക്കുക. അതെന്താ കാര്യം? അള്ളാഹുമായി അയാളുടെ ഖൽബിനെ
അയാൾക്ക് ഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്നാണ്. അപ്പോ സഹോദരന്മാരെ, സാബിത്ത് ബിൻ അൽ ബുന്നേനി പറഞ്ഞൊരു വാചകം കൂടി നമുക്ക് കോട്ട് ചെയ്യാം. കാബത്തു സ്വലാത്ത് 20 സന വ തനഅംതു ബിഹാ 20 സന. ഞാന് നിസ്കാരം ഒന്നുകൊണ്ട് ശരിക്കും റെഡിയാക്കാൻ ഞാൻ 10 കൊല്ലം പണിയെടുത്തു, പിന്നുള്ള 10 കൊല്ലം ഞാൻ അതുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ പഠിക്കുക. വിഷയങ്ങൾ അടുത്തത് 4 കാര്യങ്ങൾ കൂടി ഉണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് തിഹാമയുടെ മുകളിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നത്, അന്യനാട്ടിൽ നിന്ന് ഈ നാട്ടില് കച്ചവടത്തിന് വന്നിട്ട് എന്റെ കച്ചവട വസ്തുക്കളൊക്കെ പിടിച്ചു വെക്കുകയും എന്നെ 1 രൂപ പോലും തരാതെ വഞ്ചിക്കുകയും ചെയ്തവരെ പ്രതിരോധിക്കാനൊന്നും ഇവിടെ ആരും ഇല്ലേ ഈ നാട്ടില് എന്നിങ്ങനെ കവിതയായി പാടുകയാണ് ഒരു അറബിയായ മനുഷ്യൻ. അത് തിഹാമയുടെ പർവ്വതയോരങ്ങളിൽ ജീവിക്കുന്ന മദ്യപാനികളും വ്യഭിചാരികളുമായ ജനതയാണെങ്കിലും അവര് ഈ ജാതി പരിപാടി അവർക്ക് അറിയില്ല. അപ്പോ അവരെല്ലാവരും കൂടി സംഘടിച്ചു, ഗോത്രങ്ങൾ ഒന്നിച്ച് സംഘടിച്ചു. ആ ഗോത്രങ്ങൾ ഒന്നിച്ച് സംഘടിച്ചപ്പോ അവർ ഒന്നിച്ച് തീരുമാനമെടുത്തു, ഏതു വലിയ കൊമ്പനാണെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സമ്പാദ്യങ്ങൾ തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കും, അതുവരെ നമ്മൾ അവരോട് യുദ്ധം ചെയ്യും. ആ കരാറിൽ പോയി പ്രവാചകൻ ഒപ്പിടുന്നുണ്ട്. പ്രവാചകനാകും മുമ്പ് ഒപ്പിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ ഒരു തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, സമൂഹത്തിൽ ഒരു അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം, അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വിശ്വാസപരമായ ബാധ്യതയാണ്. നമ്മുടെ രാജ്യം നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞൊരു 10-14 വർഷമായി വിശേഷിച്ചും ഫാഷിസത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമരുകയും ഇവിടുത്തെ ജുഡീഷ്യറിയെ, നിയമനിർമ്മാണ സഭകളെ, ഇവിടുത്തെ സർവ്വതിനെയും പർച്ചേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോക്കാണ്. അതിനിടയിൽ കാണുന്ന ഓരോ ചെറിയ തിരികളും ഇനിയൊരു പ്രകാശഗോളമാകണം എന്ന പ്രാർത്ഥനയും ബോധ്യം നമുക്കുണ്ടാകണം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വളരെ ശക്തമായ സമരത്തിലാണ് ഇന്ത്യയിലെ യുവത്വം. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് സമൂഹത്തിൽ നടക്കുന്നത്. അതൊക്കെ അങ്ങനെ നടക്കുമ്പോ, വളരെ ശക്തമായി അതവിടെ നടക്കുമ്പോ, മലയാളം മുഴുവൻ ഫുട്ബോൾ ലഹരിയിലായിരുന്നു അല്ലെ, അതിന്റെ ഏറ്റവും പീക്കായ സമയം. അതിന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചാൾക്കെങ്കിലും എന്ത് ചെയ്ത് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള അറിയാൻ പോലും പറ്റിയത്. എന്താ, ബൂട്ട്സ്, പോലീസിന്റെ ബൂട്ട്സ് കൊണ്ടുള്ള ചവിട്ടും ലാത്തി കൊണ്ടുള്ള അടിയും കൊണ്ട് ചെറുപ്പക്കാർ ആ സമരത്തിൽ തന്നെ മുന്നോട്ട് പോവാണ്. ഈ 14 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകമുറങ്ങിയതിനു ശേഷം ഇന്ന് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയേണ്ടി വന്നു. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് മനുഷ്യർ അവരുടെ ഭക്ഷണമേശക്ക് മുന്നിലെത്തുമ്പോ അവർക്ക് ഓർമ്മ വന്നത് ജന്തർ മന്ദറിൽ സമരം നയിക്കുന്ന ചെറുപ്പക്കാരികളെയുമാണ്. അവരെന്താ ചെയ്തത്? അവര് നേരെ ഫുഡ് ഡെലിവറി കൊടുക്കുന്ന ഏജൻസികൾക്ക് പണം കൊടുത്തു. എവിടെ കൊണ്ടേ കൊടുക്കണമെന്ന് വെച്ചപ്പോ ജന്തർ മന്ദറിൽ പട്ടിണി കിടക്കണ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഹാഷ്ടാഗുകളിലൂടെ, ഷെയറിങ്ങുകളിലൂടെ, കമന്റുകളിലൂടെ, മാന്യമായ പ്രതിരോധങ്ങളിലൂടെ പൊതുബോധ നിർമ്മിതിയിൽ നമ്മൾ ശരിയായ പങ്കുവഹിക്കേണ്ട ഒരു ഘട്ടമാണിത് എന്ന് മിമ്പർ തന്നെ ലോകത്തോട് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നിലും ഞാനില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഇതൊന്നും ഇവിടെ നടക്കൂല, ചില ആൾക്കാർ എങ്ങനെ പറയാം, ഒന്നും നടക്കൂല, വെറുതെയാണ്. ഇതൊക്കെ അവർ പിടിച്ചടക്കി. കഴിഞ്ഞ ഒരു പാർലമെന്റും ഈ ഒരു പാർലമെന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? എണ്ണത്തിൽ ഇപ്പുറത്ത് കുറച്ചാൾ കൂടുതലുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയിട്ടുണ്ടാവും. സൗകര്യമുള്ള പോലെ രാജ്യത്തെ പാർലമെന്റ് മണ്ഡലങ്ങളെ വെട്ടി നുറുക്കി കേരളം അടക്കം പ്രതിരോധം തീർക്കുന്ന പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തി എന്നേക്കുമായി ഇന്ത്യ രാജഭരണം കൊണ്ടുവരാനുള്ള സാഹചര്യം വരുമായിരുന്നു. നിരാശ വിശ്വാസിയുടെ അധ്യായത്തിൽ ഏതാരും ഇല്ല. എല്ലാ ഛത്രാധിപതികളും അവർ സ്വയം അവസാനിച്ചതാണ്. ഇതിനും അതിന്റെ അപ്പുറമൊന്നും സംഭവിക്കാൻ ഇല്ല. നമ്മൾ വളരെ ധീരമായി, ശക്തമായി ഈ പോരാട്ടങ്ങൾ ഏതെങ്കിലും ജാതി തിരിഞ്ഞോ മതം തിരിഞ്ഞോ അല്ല നടത്തുന്നത്. ഒന്നിച്ച് ജാതികൾക്കും മതങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അത് വ്യത്യാസങ്ങളായി തന്നെ നിലനിൽക്കട്ടെ. അനുഷ്ഠാനങ്ങൾ അത് പരസ്പരം പങ്കുവെക്കാനുള്ളതല്ല. എന്നാൽ മനുഷ്യത്വവും സഹകരണവും ആവശ്യമുള്ള ഇടങ്ങളിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ചെറിയ ഒരു കളക്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. നേരത്തെ ഒരു കാര്യം പറയുന്നത് അതിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും വർഷം ഖുതുബയിൽ ഉണ്ടായിരുന്ന എന്റെ സ്വന്തം നാട്ടിലെ പള്ളി, അതിന്റെ
പള്ളിയും മദ്രസയും അതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പള്ളി, മദ്രസ, ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂൾ അടക്കമുള്ളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശേഖരണമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു കളക്ഷൻ ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ വ്യക്തികളെടുത്ത് ഇങ്ങനെ സംസാരിച്ച് പിരിച്ചു പോരുന്ന ഒരു രീതിയാണ് പൊതുവെ ഉള്ളത്. ഏതായാലും അടുത്ത ആഴ്ചയിലെ കളക്ഷനിൽ നിങ്ങളുടെ കാര്യമായ സഹകരണം ഉണ്ടാകണം എന്ന കാര്യം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.